വാർഷിക റിപ്പോർട്ട് 2024-25. വിജയപുരം രൂപത കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഡോക്ടർ ആൻ്റണി ജോർജ് പാട്ടപ്പറമ്പിലച്ച, ബഹുമാനപ്പെട്ട AEO അനിൽ സർ, വാർഡ് കൗൺസിലർ ശ്രീ അജിത് പൂഴിത്തറ, മാനേജ്മെൻറ്റ് പ്രതിനിധിയും മുൻ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട ആൽഫ്രഡ് സർ, ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട വിജി ടീച്ചർ, ഹോളി ഫാമിലി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ബിജു സർ, PTA പ്രസിഡന്റ് ശ്രീ സുജിത്, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സബ് ജില്ലാ ശാസ്ത്ര കലാമേളകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 3ാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ റയാൻ സന്തോഷ്, ഉദ്ഘാടകയായ സ്കൂളിൻ്റെ സ്വന്തം ബാലകവയത്രി ശ്രീബാല B നായർ, നമ്മുടെ സ്കൂളിൻ്റെ HM NF സെബാസ്റ്റ്യൻ സർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, വാത്സല്യം നിറഞ്ഞ കുട്ടികളെ, രക്ഷിതാക്കളെ. ഹോളി ഫാമിലി LP സ്കൂൾ അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 129 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ സുദിനത്തിൽ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മധ്യവേനൽ അവധിക്ക് ശേഷം ജൂൺ 1-ാം തീയതി ബഹുമാനപ്പെട്ട സേവ്യർ തൈപ്പാടത്തച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥനകളോടും ആശീർവാദത്തോടും കൂടെ ഈ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ആൻ്റണി ജോർജ് പാട്ടപ്പറമ്പിൽ, ആൽഫ്രഡ് സർ, HM NF സെബാസ്റ്റ്യൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജൂൺ 3-ാം തീയതി തിങ്കളാഴ്ച പ്രവേശനോത്സവം അതിഗംഭീരമായി നടത്തുവാൻ സാധിച്ചു. LKG UKG ക്ലാസ്സുകളിലേക്ക് 40 കുട്ടികളും 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ 71 പുതിയ കുട്ടികളും സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന മീറ്റിങ്ങിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, വായന സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ NF സെബാസ്റ്റ്യൻ, സഹാധ്യാപകരായി വിനിത വിൽസൺ, രജനീഷ് രവീന്ദ്രൻ, സിസ്റ്റർ ഫിലോമിന AP, സിസ്റ്റർ അനിത, ക്രിസ്ത്യൻ ജോസഫ്, ജിബിത ജോമോൻ എന്നിവരും പ്രീ പ്രൈമറി വിഭാഗം ശ്രീമതി മെറ്റിൽഡ, അനു ഗോപാലൻ, സിസ്റ്റർ ജൂലിയ എന്നിവരും സേവനമനുഷ്ഠിച്ചു വരുന്നു. ജൂൺ 1-ാം തീയതി നടന്ന സ്റ്റാഫ് മീറ്റിങ്ങിൽ അധ്യാപകരുടെ ചുമതലകളും ക്ലാസുകളും വിഭജിച്ചു നൽകി. സ്റ്റാഫ് സെക്രട്ടറിയായി വിനിത വിൽസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. SRG കൺവീനർ, PTA സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് രജനീഷ് രവീന്ദ്രൻ ചുമതലയേറ്റു. PTA ജൂൺ മാസം 14-ാം തീയതി നടത്തിയ പൊതുയോഗത്തിൽ 2024-25 വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കോർപ്പറേറ്റ് മാനേജർ ആൽഫ്രഡ് സർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് ശ്രീ സുജിത്, വൈസ് പ്രസിഡന്റ് ശ്രീമതി മുത്തുലക്ഷ്മി, MPTA പ്രസിഡന്റ് ശ്രീമതി മേരി ബ്ലെസി കൂടാതെ 10 കമ്മിറ്റി അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിൻ്റെ മുന്നേറ്റത്തിനായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സുശക്തമായ കമ്മിറ്റി അംഗങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ യോഗം കൂടുകയും തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. ക്ലാസ് PTA കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ക്ലാസ് PTA കൂടുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. SRG എല്ലാ വെള്ളിയാഴ്ചകളിലും SRG മീറ്റിംഗ് കൂടി കുട്ടികളെ പഠന നേട്ടത്തിനുടമകളാക്കുന്നതിനും ഈ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ വിശകലനം ചെയ്ത് അനുയോജ്യമായ പരിഹാര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അവരുടെ കഴിവുകളും ആത്മവിശ്വാസമുള്ള കുട്ടികൾക്ക് യഥാർത്ഥ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കഴിയും. കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളർത്തിയെടുക്കാൻ തക്കവിധമുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി നടപ്പിലാക്കി വരുന്നു. സ്പെഷ്യൽ പ്രോഗ്രാംസ് ഏപ്രിൽ 10-ന് ആരംഭിച്ച ഫുട്ബോൾ, യോഗ, ഡാൻസ്, ക്രാഫ്റ്റ് എന്നിവയുടെ തുടർ പ്രവർത്തനങ്ങളുമായി ആഴ്ചയിൽ ഒരു ദിവസം യോഗ, ഡാൻസ്, ക്രാഫ്റ്റ്, ഫുട്ബോൾ കോച്ചിങ് എന്നിവ വളരെ കൃത്യമായി നടത്തി വരുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വിജയകരമായി നടന്നു വരുന്നു. കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ വിനിമയശേഷി വളർത്തിയെടുക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ആഷ്ലി ടീച്ചറും ജിഷാൽ ടീച്ചറും കൈകാര്യം ചെയ്തു വരുന്നത്. ഡിസംബർ 5-ാം തീയതി ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മെഡിക്കൽ ക്യാമ്പ് സ്കൂൾ മുറ്റത്തെത്തും ആരോഗ്യം പദ്ധതിക്ക് തുടക്കമായി. വിജയപുരം രൂപതയുടെയും കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെയും ഭാഗമായി ഓഗസ്റ്റ് 20-28 തീയതികളിലായി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പീഡിയാട്രിഷ്യൻ ഡോക്ടർ അനുഷ് കുടകശ്ശേരിയിൽ വൈദ്യപരിശോധന നടത്തി ഹെൽത്ത് ഡാറ്റ രൂപീകരിച്ചു. കൾച്ചറൽ ഫെസ്റ്റ് ഷൈനിങ് സ്റ്റാർസ് എന്ന പേരിൽ കുഞ്ഞുമക്കളുടെ ആദ്യ ടീമിലെ കൾച്ചറൽ ഫെസ്റ്റ്
ഓഗസ്റ്റ് 21 നടത്തപ്പെട്ടു. വ്യത്യസ്തമായ കലാപ്രകടനങ്ങളും വയനാടിൻ്റെ ദൃശ്യാവിഷ്കാരവും കാണികളെ പുളകമണിയിച്ചു. നിറച്ചാർത്ത് ഒക്ടോബർ 4 LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിലെ മികച്ച ചിത്രകാരെ കണ്ടെത്തി HDFC ലൈഫിൻ്റെ സഹകരണത്തോടെ വിജയികൾക്ക് ട്രോഫികൾ നൽകി. വയനാടിന് ഒരു കൈത്താങ്ങ്. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ശേഖരിച്ച വസ്തുക്കൾ കളക്ഷൻ സെൻ്ററിലേക്ക് കൈമാറി. കുട്ടിക്കർഷകർ. സിസ്റ്റർ അനിതയുടെ നേതൃത്വത്തിൽ ഹോളി ഫാമിലി സ്കൂളിലെ കുട്ടിക്കർഷകർ പച്ചക്കറിത്തോട്ടം, പൂന്തോട്ടം എന്നിവ പരിപാലിച്ചു വരുന്നു. ശാസ്ത്രോത്സവം. ഓഗസ്റ്റ് 27 സ്കൂൾ തല ശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയമേളകൾ നടത്തി. ഒക്ടോബർ 8-9 സബ് ജില്ലാ ശാസ്ത്രമേള ഹോളി ഫാമിലി ക്യാമ്പസിൽ നടത്തപ്പെട്ടു. സാമൂഹ്യശാസ്ത്രമേളയിൽ LP വിഭാഗം ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിലും ഗണിതശാസ്ത്രമേളയിലും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. കലോത്സവം. ഒക്ടോബർ 15 സ്കൂൾ തല കലോത്സവം നടത്തി കുട്ടികളെ തിരഞ്ഞെടുത്തു. നവംബർ 16 മുതൽ 21 വരെ നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ 1ാമതുമാകാൻ സാധിച്ചു. തമിഴ് പദ്യചൊല്ലൽ, കന്നഡ പ്രസംഗം എന്നീ മത്സരങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹോളി ഫാമിലി സ്കൂളിൻ്റെ കുരുന്ന് കലാപ്രതിഭകൾ അവരുടെ മാറ്റ് തെളിയിച്ച് സ്കൂളിൻ്റെ അഭിമാന പാത്രങ്ങളായി മാറി. ബിരിയാണി ചലഞ്ച്. എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയവരുടെയും സഹകരണത്തോടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാവാൻ ഒക്ടോബർ 30 ബിരിയാണി ചലഞ്ച് നടത്തി. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ബിരിയാണി നൽകി. വളരെ മനോഹരമായി നടത്തപ്പെട്ട ചലഞ്ചിൽ രക്ഷിതാക്കളുടെ സഹകരണം വളരെ മികച്ചതായിരുന്നു. KCSL. കോട്ടയം സോണൽ തല KCSL മത്സരങ്ങൾ സെപ്റ്റംബർ 28 ഹോളി ഫാമിലി ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെട്ടു. 7 മത്സര ഇനങ്ങളിൽ 5 ഇനത്തിലും ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കി ഹോളി ഫാമിലിയിലെ കുരുന്നുകൾ. വിദ്യാരംഗം കലാസാഹിത്യവേദി. കഥ, കവിത, അഭിനയം, ചിത്രരചന എന്നീ മേഖലകളിലെ മികച്ച എഴുത്തുകാരെയും അഭിനേതാവിനെയും ചിത്രകാരനെയും കോട്ടയം ഈസ്റ്റ് വിദ്യാരംഗം കലാസാഹിത്യവേദിയിൽ ഒക്ടോബർ 25 നടന്ന മത്സരങ്ങളിൽ കണ്ടെത്തി. സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ ജിയന്ന, ശ്രീബാല, റെബേക്ക, അഭിനന്ദ് ബിനോയ് എന്നിവർ ഹോളി ഫാമിലിയുടെ യശസ്സുയർത്തി. പഠനയാത്രകൾ. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി നവംബർ 29 തൃശ്ശൂർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, സിൽവർ സ്റ്റോം, സ്നോ പാർക്ക് എന്നിവ സന്ദർശിച്ചു. ജനുവരി 16 കുഞ്ഞുങ്ങളുമായി ഏറ്റുമാനൂർ ഹാങ് ഔട്ട് പാർക്കിൽ പോയി. കുട്ടികൾ വളരെയേറെ ആസ്വദിച്ചു. ദിനാചരണങ്ങൾ. എല്ലാ ദിനാചരണങ്ങളും അതിൻ്റെതായ പ്രാധാന്യത്തോടും പ്രൗഢിയോടും കൂടെ നടത്തിവരുന്നു. പരിസ്ഥിതി ദിനം. വൃക്ഷത്തൈ നടൽ, ക്യൂസ് കോമ്പറ്റീഷൻ, ചിത്രരചന, സന്ദേശം, എൻ്റെ സ്വന്തം മരം, വീടുകളിൽ തൈകൾ കൊടുത്തുവിട്ട് പ്രകൃതി സംരക്ഷണ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. വായനാ ദിനം. ജൂൺ 10 മുതൽ 19 വരെ വായനാ വാരം ആചരിച്ചു. സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനം, വായനാ മത്സരം, പ്ലക്കാർഡ് പ്രദർശനം എന്നിവ നടത്തി. ബഷീർ ചരമദിനം. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും ഉന്നതനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം നടത്തപ്പെട്ടു. ബഷീർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. കുമാരി അധീന മനീഷ് ബഷീറിൻ്റെ ജീവചരിത്രം വിവരിച്ചു. ഒന്നും ഇമ്മിണി വലിയ ഒന്നിൻ്റെ ദൃശ്യാവിഷ്കാരവുമായി നകുലും കൂട്ടുകാരും വേദിയെ കീഴടക്കി. ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് 3-4 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ക്വിസ് മത്സരം നടത്തി. റോക്കറ്റ് മോഡൽ പ്രദർശനം നടത്തി. ഒളിമ്പിക്സ് ദീപശിഖ തെളിയിക്കൽ. 1ാം ക്ലാസ്സിലെ നിഹാൽ അനസ് ഈ മാമാങ്കത്തിന് തിരിതെളിയിച്ചു. പ്രഥമാധ്യാപകനും മറ്റ് അധ്യാപകരും കുഞ്ഞുമക്കളും ദീപശിഖ പ്രയാണത്തിൽ പങ്കുചേർന്നു. കുട്ടികൾ വളരെ ആവേശഭരിതരായി. ഹിരോഷിമ ദിനം. കയ്യിൽ സുഡോക്കു പക്ഷികളെയും വഹിച്ചുകൊണ്ട് 200ഓളം വരുന്ന കുരുന്നുകൾ സ്കൂൾ മൈതാനത്തുള്ള ചെറുമരത്തിൻ്റെ ചില്ലുകളിൽ സമാധാന സൂചകമായി സുഡോക്കു പക്ഷികളെ കെട്ടിത്തൂക്കി. യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന കുരുന്നുകളുടെ മുദ്രാവാക്യ വിളികൾ ഹൃദയത്തെ കീഴടക്കി. സ്വാതന്ത്ര്യദിനം.
ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള ആദരവ് പ്രകടമാക്കി. അധ്യാപക ദിനം സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആചരിച്ചു. കുട്ടികൾ അധ്യാപകർക്ക് പൂച്ചെണ്ടുകൾ നൽകി സ്നേഹാദരവ് പ്രകടമാക്കി. ഓണാഘോഷം നിറപ്പകിട്ടാർന്ന കലാപരിപാടികളോടുകൂടി നടത്തി. തലേ ദിവസം തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അത്തപ്പൂക്കളം, സദ്യ, മാവേലി, മലയാളി മങ്കകൾ, കേരള ശ്രീമാന്മാർ, വിവിധ തരം കലാപരിപാടികൾ, കളികൾ, രക്ഷിതാക്കളുടെ കസേരകളി, വടംവലി മത്സരം, അങ്ങനെ ഓണാഘോഷം അതിഗംഭീരമായി. സമ്മാനങ്ങളും ഏറ്റുവാങ്ങി മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകളും കളികളും ചിരിയുമായി ഓണാഘോഷം കടന്നുപോയി. ശിശുദിനം സ്വാതന്ത്ര്യ സമര സേനാനികളും കുഞ്ഞു നെഹ്റുമാരും വെള്ളവസ്ത്രത്താൽ നിറഞ്ഞ സ്കൂൾ അങ്കണവും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പായസ വിതരണവും കുട്ടികളുടെ മത്സരങ്ങളും വേദിയെ ആവേശഭരിതമാക്കി. ക്രിസ്മസ് ആഘോഷം 2024-25 അധ്യയന വർഷത്തെ ക്രിസ്മസ് ആഘോഷം അധ്യാപകർക്കും കുട്ടികൾക്കും വേറിട്ട അനുഭവം സമ്മാനിച്ചു. വൃദ്ധസദന സന്ദർശനം നടത്തി, കലാപരിപാടികൾ നടത്തിയും സ്നേഹചുംബനം നൽകിയും ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണെന്ന ബോധ്യം സൃഷ്ടിച്ചു. പഠന പ്രവർത്തനങ്ങൾ മെയ് 10 ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ജൂൺ 4 മുതൽ രാവിലെ 8:45 മുതൽ 9:20 വരെ പ്രത്യേക ക്ലാസുകൾ മുടക്കം കൂടാതെ നടത്തിവരുന്നു. പഠന വിലയിരുത്തൽ കുട്ടികളിൽ എഴുത്തും വായനയും ഉറപ്പിക്കുന്നതിനായി മാനേജ്മെൻറ്റ് നിർദ്ദേശപ്രകാരം ജൂലൈ 11 മുതൽ ഓഗസ്റ്റ് 11 വരെ നിരന്തര പരിശീലനം നൽകി വരികയും ഓഗസ്റ്റ് 12 സ്കൂളിന് പുറത്തു നിന്നുള്ള പ്രത്യേക ഏജൻസി പഠന നിലവാരം അളന്ന് നിജപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ രണ്ടായി തിരിച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠന പ്രവർത്തനങ്ങളും നൽകി വന്നു. രണ്ടാം ഘട്ട വിലയിരുത്തൽ സെപ്റ്റംബർ 29 സ്കൂൾ മാനേജ്മെൻറ്റ് ഏൽപ്പിച്ച സമിതി അംഗങ്ങൾ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തി. 98% കുട്ടികളും പഠനത്തിൽ മെച്ചപ്പെട്ടതായി റിപ്പോർട്ട് നൽകി. LSS പരിശീലനം ഒക്ടോബർ ആദ്യവാരം മുതൽ പഠന നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 16 കുട്ടികളോടുകൂടി LSS തീവ്ര പരിശീലന ക്ലാസ് ആരംഭിച്ചു. ജനുവരി ആദ്യ ദിനങ്ങളിൽ രണ്ടാം പാദ വാർഷിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 11 കുട്ടികളുമായി അതിതീവ്ര പരിശീലനം എല്ലാ ശനിയാഴ്ചകളിലും പരീക്ഷയോടുകൂടി നടത്തപ്പെട്ടു വരുന്നു. സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വിലയിരുത്തുന്നതിനായി മത്സരം നടത്തി വിജയികൾക്ക് സർട്ടിഫിക്കറ്റ്സ് സമ്മാനിച്ചു. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ
കുട്ടികളിലെ നല്ല കയ്യെഴുത്തിൻ്റെ ഉടമയെ കണ്ടെത്തുന്നതിനായി ഡിസംബർ 6 മത്സരം നടത്തി. ഓരോ ക്ലാസ്സിലെയും ഇംഗ്ലീഷ്, മലയാളം എന്നിവ നന്നായി വായിക്കുന്ന കുട്ടികളിൽ നിന്നും 5 കുട്ടികളെ വീതം ഫൈനലിലേക്ക് കടത്തിവിട്ട് 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് സമ്മാനങ്ങൾ നൽകി. ബെസ്റ്റ് സ്കൂൾ അവാർഡ്. വിജയപുരം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച LP സ്കൂളിനുള്ള അവാർഡ് ഹോളി ഫാമിലി LP സ്കൂൾ കോട്ടയം കരസ്ഥമാക്കി. ബഹുമാനപ്പെട്ട റെവറൻഡ് ഡോക്ടർ ആൻ്റണി ജോർജ് പാട്ടപ്പറമ്പിൽ അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ആൽഫ്രഡ് സാറിൻ്റെയും മാർഗനിർദ്ദേശങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ NF സെബാസ്റ്റ്യൻ സാറിൻ്റെ നേതൃത്വ പാടവത്തിൽ അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് നാം നേടിയ ബെസ്റ്റ് സ്കൂൾ അവാർഡ്. അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഉപസംഹാരം. ഈ അധ്യയന വർഷത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങൾക്കും സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളെ പിതൃതുല്യം സ്നേഹിക്കുകയും ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഹായിക്കുകയും പ്രയത്നിക്കുകയും എല്ലാവിധ അനുഗ്രഹ ആശീർവാദത്തോടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ രക്ഷാധികാരിയുമായ അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തേശ്ശേരിയിൽ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. രക്ഷാധികാരിയും മാർഗദർശിയുമായ വിജയപുരം രൂപതയുടെ സഹായമെത്രാൻ ജസ്റ്റിൻ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്കൂളിൻ്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഡോക്ടർ ഫാദർ ആൻ്റണി ജോർജ് പാട്ടപ്പറമ്പിലിന് എല്ലാ നന്മകളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികർ, അഭ്യുദയകാംക്ഷികൾ, PTA അംഗങ്ങൾ, സമീപ സ്കൂളുകളിലെ അധ്യാപകർ, നല്ലവരായ നാട്ടുകാർ എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു.